കൃഷ്ണേന്ദുവിന്റെ ഗുരുവിന്റെ ഒപ്പം നിന്ന് ഒരു ഗാനം ആലപിക്കാൻ കിട്ടിയ ഈ ഒരു സൗഭാഗ്യം എന്നും 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 കൃഷ്ണേന്ദുവിന്റെ കൂടെ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. പേടിച്ചിരിക്കുകയായിരുന്നു, കാരണം വലിയ രണ്ട് പാട്ടുകാരുടെ കൂടെ ആണ്. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, ദുർഗയൊക്കെ കണ്ടത് എങ്ങനെ പോയാലും ഭയങ്കര ശബ്ദമല്ലേ ഇതിന്. ഇത്ര അന്ന് കേൾക്കുന്ന അതേ പവറിലാണ് ദുർഗ ഇപ്പോഴും പാടുന്നത്. ഞാൻ ഈ അഷിമ എന്ന ഗായികയെ പയ്യന്നൂർ വെച്ചാണ് ഒരു പരിപാടിയിൽ കണ്ടത്. അന്ന് ഞാൻ നോട്ട് ചെയ്തു, നല്ലൊരു പരിപാടി വരുമ്പോൾ ആഷിമയെ വിളിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ആഷിമയുടെ പാട്ട് കൊള്ളാമെങ്കിൽ നല്ലൊരു ഗൈഡിയാകാം. തീർച്ചയായിട്ടും നല്ല കലാകാരന്മാരെയും നല്ല സംഗീതത്തെയും എന്നും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ള മലയാളികൾ
എന്നും എല്ലാവരും ഉൾക്കൊള്ളും. നമ്മുടെ തൊട്ടടുത്ത കേരളത്തിന്റെ തൊട്ടടുത്ത ജില്ലയാണ് കന്യാകുമാരി. അവിടെ പോയിട്ടൊരു മലയാളം പാട്ട് പാടാൻ വെച്ചാൽ നടക്കില്ല. മലയാളികളുടെ പ്രത്യേകത ഞാൻ ഹിന്ദിയും തമിഴും ഉറുദുവും എല്ലാം ഉൾക്കൊള്ളും. എല്ലാ ഭാഷയും എല്ലാ സംസ്കാരവും ഉൾക്കൊള്ളുന്നവരാണ് മലയാളികൾ. ആ കലയ്ക്ക് ജാതിയില്ല, മതമില്ല, നിറമില്ല. അതുകൊണ്ട് എല്ലാത്തിനെയും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ നാടിനുണ്ട്, മലയാളികൾക്കുണ്ട്. അതാണ് ആ മലയാളി. അപ്പുറത്ത് എന്നിട്ട് കന്യാകുമാരിക്ക് അപ്പുറത്തോട്ട് പോയിട്ട് അവരുടെ ആകെ അറിയാവുന്ന പാട്ട് പത്മനാഭപുരം കൊട്ടാരത്തിൽ വെച്ചായിരുന്നു പ്രമദവനത്തിന്റെ ഹിസൈനസ് അബ്ദുള്ള ഷൂട്ട് ചെയ്ത്. അവർക്ക് ആ പാട്ടറിയാം. പിന്നെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കടലിനക്കരെ പോണവര് കാണാം, അത് മാത്രമാണ് അവർക്കറിയാവുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ വിജയുടെ പടം ഇറങ്ങുന്നതിന് മുമ്പ് പാട്ടുകൾ ഹിറ്റല്ലേ. വിജയുടെ, ധനുഷിന്റെ, തലയുടെ, എല്ലാവരുടെയും പാട്ട്, സൂര്യയുടെ ഒക്കെ പാട്ട് എല്ലാവരും മലയാളികൾ പാടും. പക്ഷെ തമിഴർക്ക് അങ്ങനല്ല. അത് തമിഴ് മാത്രമേ ഉള്ളൂ, അതല്ല മലയാളി. തീർച്ചയായിട്ടും മോൾക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുവാൻ നല്ല ശബ്ദവും നല്ല ഭാവവുമാണ്. ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ഒരു വ്യഗ്രതയും ഒരു ടെൻഷനും ഞാൻ കാണുക. ARS ആണെന്ന് പറഞ്ഞു കേട്ടിൽ മക്കളുടെ സ്വന്തം മക്കളുടെ ആ ഒരു എന്താ പറയുക നല്ലൊരു ഗൈഡ് കൊടുക്കുക. കാരണം മോൾക്ക് നല്ല വിദ്യാഭ്യാസവും സംഗീതവും ഒരുപോലെ കൊണ്ടുവരാൻ മറ്റൊരാളെ കുറ്റം പറയാതെ ജീവിക്കുമ്പോഴാണ് നല്ലൊരു കലാകാരനും കലാകാരിയാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.